എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എമർജൻസി ലൈറ്റിന്റെ റിപ്പയറിംഗ് ആണ്. അതായത് ഒരു മിസ്റ്റർ ലൈറ്റിന്റെ എമർജൻസിയുടെ റിപ്പയറിംഗ് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ മിസ്റ്റർ ലൈറ്റിന്റെ എമർജൻസിയുടെ വർക്കെല്ലാം തീർന്നതായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്കിത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത്, ഞാൻ ഇതെങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ എമർജൻസി ലൈറ്റിന്റെ ബോർഡിനായിരുന്നു കംപ്ലൈന്റ്. ഞാനത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. ഏകദേശം 800 രൂപ വില വരുന്ന എമർജൻസി ലൈറ്റാണിത്. ഇതിന്റെ ബോർഡിന് കാര്യമായ തകരാറുണ്ടായിരുന്നു. ഈ ഒരു എമർജൻസി ലൈറ്റിൽ ആകെ ഉള്ളതെന്ന് പറയാൻ ഈ ഒരു ബോർഡും ഈ ഒരു ബാറ്ററിയും ആണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്നത് മൈക്രോ USB-യുടെ ചാർജിങ് പോർട്ടായിരുന്നു. അത് കൊള്ളില്ലായിരുന്നു. അത് അടിച്ചുപോയി. അപ്പം ഞാൻ അതിന് പകരം ഇപ്പം മാറ്റി വെച്ചിരിക്കുന്നത് C-Type ആണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെറും C-Type കണക്ടറിന് വെറും 10 രൂപ മാത്രമേ വരുന്നുള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലൊക്കെ C-Typeലാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും മൊബൈലിന്റെ പോർട്ട് C-Type ആണ്. എല്ലാവരുടെ അടുത്തും അതുകൊണ്ട് C-Typeന്റെ ചാർജർ ഉണ്ടാവും. പഴയ മോഡൽ കണക്ടറൊക്കെ നമുക്ക് C-Typeലേക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വെറും 10 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതായത് ഇതുപോലെയുള്ള C-Type നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. എമർജൻസി ലൈറ്റ് എന്ന് മാത്രമല്ല, ഏത് ഡിവൈസ് ആണെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഇല്ലേ, അത് പ്രഷർ മീറ്ററും എല്ലാം ഇതുപോലെ തന്നെയാണ്. സത്യം പറഞ്ഞ C-Type അല്ലാത്തൊരു കണക്ടർ ആണെങ്കിൽ കേടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിയാക്കാൻ. മൈക്രോ USB-യുടെ കേബിൾ പോലും പലയിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണക്ടറൊക്കെ C-Typeലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ മൈക്രോ USB-യിൽ നിന്ന്. അത് എന്തൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഓർമ്മയിൽ വെച്ചോ. ഏത് USB കണക്ടർ ആയാലും നമുക്കത് സിമ്പിൾ ആയിട്ട് C-Typeലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെങ്കിലും യൂസ് ചെയ്യാലോ. ഈ ടൈപ്പ് കണക്ടർ ഷോപ്പിലും ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ വേറെ ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ ആദ്യം ഇത് ഇവിടെ ആയിരുന്നല്ലോ, ഇവിടെ ഞാൻ അഡീഷണൽ ഹോൾ ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടില്ലേ, ഇതുപോലെ തന്നെ വേറെ സ്ഥലത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഹോള് പിടിപ്പിച്ചിട്ട് വേണം ഇങ്ങനെ പിടിപ്പിക്കാൻ മാത്രം. അപ്പോൾ മൈക്രോ USB-ന്ന് C-Type ആക്കാനുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. പിന്നെ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലെ റെഡും ബ്ലാക്കും വയറുകൾ പ്ലസും മൈനസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞ് വരാറുണ്ട് കേട്ടോ. ഇതിന്റെ കളർ കോഡ് വിശ്വസിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ബോർഡിനകത്ത് ഇത് കണക്ട് ചെയ്ത് കൊടുക്കരുത്. മൾട്ടിമീറ്റർ വെച്ചിട്ട് ഉറപ്പ് വരുത്തണം ഇത് പ്ലസും മൈനസും തന്നെയാണെന്ന്. അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതും നിങ്ങൾക്ക് സംഭവിക്കും. എൻ്റെ ഒരു ബോർഡ് കത്തിപ്പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂളിലെ ഇലക്ട്രോണിക്സിന്റെ പ്രോജക്റ്റ് ചെയ്യുന്നവര്, ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ചെയ്യുന്നവര്, ഇവരൊക്കെ ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം പ്രോജക്റ്റുകളിലെല്ലാം യൂസ് ചെയ്യുന്ന ബോർഡുകൾ കൂടുതലും 5 വോൾട്ടിൻ്റെതായിരിക്കും. എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആയ പവർ സപ്ലൈ മൊബൈൽ ചാർജർ ആയതുകൊണ്ടും, ഇപ്പോൾ നല്ല വാട്ട്സ് കൂടിയ ചാർജറുകൾ അവൈലബിൾ ആയതുകൊണ്ടും ഇപ്പോൾ ഈ C-Type കണക്ടറിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ എമർജൻസി ലൈറ്റിന്റെ ആണെന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ കാണിച്ചു തന്ന C-Typeന്റെ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത്, മൈക്രോ USB-യിൽ നിന്ന് C-ലേക്കുള്ള കൺവേർഷൻ വളരെ ഈസിയും ചെലവ് കുറഞ്ഞതുമാണ്. ഇപ്പോൾ എമർജൻസി ലൈറ്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. LED എമർജൻസികൾ ശരിയാക്കാനായിട്ട് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? പഴയ മോഡൽ എമർജൻസികളൊക്കെ വർക്ക് ചെയ്യണമെന്ന് ബാറ്ററിയിൽ DC-നെ AC ആക്കിയിട്ട് വേണം അത് ട്യൂബിലേക്ക് കൊടുക്കാനായിട്ട്. അതായത് ശരിക്കും ഒരു ഇൻവെർട്ടർ പോലെ തന്നെ. അതിന്റെ ബോർഡൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ LED-യിലേക്ക് വരുമ്പോൾ LED ലൈറ്റ് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യും. അതിന് അഡീഷണൽ സർക്യൂട്ടിന്റെ കാര്യമൊന്നുമില്ല. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ഒരു ചെറിയ സർക്യൂട്ട് വേണമെന്ന് മാത്രം. അതിനങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരാറേ ഇല്ല. പിന്നെ ഇതിന്റെ കംപ്ലൈന്റ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ചാർജിങ് സെക്ഷനും ബാറ്ററിയുമാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് എമർജൻസി ലൈറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല അടിപൊളി ചാർജിങ് ബോർഡുകൾ നിസ്സാര വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ എമർജൻസിയിൽ ഞാൻ അതുപോലെയുള്ളൊരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറും ഇതിന് 65 രൂപ വില മാത്രമേ ഉള്ളൂ. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് കുത്തിയിടാം. അത് ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആയി പൊക്കോളും. ഇതിൽ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് പഴയ സ്വിച്ച് തന്നെയാണ്. കാരണം അതിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അത് വേറെ സ്വിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാനായിട്ട് ഒരു ഡയഗ്രാം വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ ഇത് ശരിക്കും മനസ്സിലാവും. എമർജൻസി ലൈറ്റിൻ്റെ കഥകൾ ഞാൻ ഇന്നിവിടെ നിർത്തുവാണ്. ഇനിയും എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.